ക്രൈസിസ് ഡിജിറ്റലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ യൂസ് ചെയ്ത് ഇതുപോലത്തെ പോസ്റ്റേഴ്സും മലയാളം ട്രോൾസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ഈ ആപ്പിൻ്റെ പഴയ ഒരു വെർഷനെ പറ്റിയായിരുന്നു. ആപ്ലിക്കേഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിനെപ്പറ്റി ഞാൻ പറയുന്നതാണ്. ഞാൻ ഇന്ന് മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്ററിൻ്റെ വാട്ടർമാർക്ക് എങ്ങനെ റിമൂവ് ചെയ്ത് മോഡൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും കൂടി പറയുന്നതാണ്. ഈ ചാനൽ ഇതിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സെല്ലെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ലൈക്കും ചെയ്യുക. ആദ്യം മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലേഔട്ട് ചൂസ് ചെയ്യുക. ഞാൻ പോർട്രേറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാനായി ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. ആഡ് ഇമേജസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ഇമേജ് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഹാൻഡിൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്കത് റീസൈസ് ചെയ്യാനും റീഷേപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്തുള്ള കുറച്ച് ടൂൾസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ടൂളാണ് ക്രോപ്പ് എന്ന ടൂൾ. അതിന് അഡ്വാൻസ് ക്രോപ്പ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ഇതിൻ്റെ പല റെസൊല്യൂഷൻ കാണാവുന്നതാണ്. നിങ്ങൾക്കിത് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രീ ക്രോപ്പ് സെലക്ട് ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. മറ്റൊരു ഓപ്ഷനാണിത്. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ആ ഇമേജ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫീച്ചറാണ്. അടുത്തതാണ് എറേസ് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ. ആദ്യത്തത് മാനുവൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനുവലായി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ് ലാസോ ടൂൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പോർഷൻ മാത്രം ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ശേഷം ഉള്ളിലാണോ പുറത്താണോ എറേസ് ചെയ്തതെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നാണ് ഓട്ടോ എന്ന ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കളർ ചൂസ് ചെയ്യാം. ആ കളർ മുഴുവനായി എറേസ് ആയി പോകുന്നതാണ്. ത്രെഷോൾഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുന്നതാണ്. മുകളിലത്തെ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എറേസ് ആയി കിട്ടുന്നതാണ്. മറ്റൊരു ഓപ്ഷനാണ് ബ്ലർ എന്നത്. അഡ്വാൻസ്ഡ് ബ്ലർ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലർ ചെയ്യേണ്ട പോർഷൻ മാത്രം ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്ലറായി കിട്ടുന്നതാണ്. ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ കാണാവുന്നതാണ്. അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോൻ്റെ ട്രാൻസ്പെറൻസി ചേഞ്ച് ആവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോർഡർ ആഡ് ചെയ്യാം. ബോർഡറിൻ്റെ റേഡിയസ് മാറ്റുകയും കളർ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ അതൊരു സർക്കിൾ അല്ലെങ്കിൽ അതുപോലെ ഒരു ഷേപ്പിലേക്ക് റാപ്പ് ചെയ്യാം. താഴത്തെ ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ ഷേപ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ കളറും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ന്യൂ ലെയർ സെലക്ട് ചെയ്യുക. ആഡ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ എനേബിൾഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ട്രാൻസ്ലേറ്റ് എനേബിൾഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ മാംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു വേർഡ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഞാനൊരു വേർഡ് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾക്കായി ഒരിടം ഒന്ന് ടൈപ്പ് ചെയ്തു. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ചേഞ്ച് ആയി. മുകളിൽ സജഷൻസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് സജഷൻ ആഡ് ചെയ്യാവുന്നതാണ്. മുകളിലത്തെ ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. ഹാൻഡിൽസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്കത് റീസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. അതിനും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. വേറൊരു ഓപ്ഷനാണ് സ്ട്രോക്ക് എന്ന ഓപ്ഷൻ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗണ്ടറി ആഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിന് ചുറ്റും ഒരു കളർ, ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ ഹാൻഡിൽ യൂസ് ചെയ്ത് അത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ സൈസും കൂട്ടാനുള്ള ഓപ്ഷൻ അവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് വേറൊരു അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ ഒരു സ്ട്രൈക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു അണ്ടർലൈൻ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു വേർഡ് തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഷേപ്പിനകത്തോട്ട് റാപ്പ് ചെയ്യാം. ഹാൻഡിൽസൊക്കെ ഉപയോഗിച്ച് റീസൈസ് ചെയ്യാവുന്നതാണ്. ഇനി അതിനൊരു കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യുക. സോളിഡ് കളർ ചൂസ് ചെയ്യുക. നിങ്ങൾക്കൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. കളറൊന്നും വന്നിട്ടില്ല, കാരണം ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും സൈഡത്തെ ഹാൻഡിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡാർക്ക്നെസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും കുറവ് മുതൽ ഏറ്റവും കൂടുതൽ വരെ ഡാർക്ക്നെസ് സെലക്ട് ചെയ്യാം. അത് ഞാൻ ഡാർക്ക്നെസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അത് റീസൈസ് ചെയ്യാവുന്നതാണ്. ഇതിനും ഒപ്പാസിറ്റി തുടങ്ങിയ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പുതിയൊരു ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ച വേർഡ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ശേഷം ഡണ്ണ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ആഡ് ആയി കഴിഞ്ഞു. ഹാൻഡിൽസ് യൂസ് ചെയ്ത് ഒരു ലൈനിൽ എത്ര വേർഡ്സ് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഫോൺസിനെ പറ്റി നോക്കാം. ഫോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഇഷ്ടംപോലെ ഫോൺസിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനിയും ഫോൺസ് വേണമെങ്കിൽ ഡൗൺലോഡ് എന്ന ഫോണിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് മോർ ഫോൺസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫോൺസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും ഒന്നിലേറെ ഫോട്ടോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ ലിങ്ക്സൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാനായി ട്രാൻസ്ലേറ്റ് ഓഫ് ആക്കുക. അല്ലെങ്കിൽ അത് മാംഗ്ലീഷിലോട്ട് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണ്ടൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ജിഫ് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്തൊക്കെ ഒരു ജിഫായിട്ട്
ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജിഫ് സെറ്റിംഗ്സിൽ നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊന്നെങ്കിൽ HD ആയിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ജിഫായി സേവ് ചെയ്യാം. സേവ് ആസ് എഡിറ്റബിൾ ടെംപ്ലേറ്റ് എന്നത് നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ PSD പോലെയാണ്. നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ലെയർ ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്ന് മാറ്റി റീഡ്രോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. വേറൊരു ഓപ്ഷനാണ് മീംസ് എന്ന് പറഞ്ഞത്. ന്യൂ ലെയറിൽ മീംസ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ആക്ട്രസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കീവേഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇഷ്ടംപോലെ മീംസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒന്നിലേറെ മീംസൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്കൊരു ട്രോൾ ക്രിയേറ്റ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ടെക്സ്റ്റും ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്, നേരത്തെ വീഡിയോ പോലെ. ഇനി എങ്ങനെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, വാട്ടർമാർക്ക് ഇല്ലാത്ത ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന്. ആ വീഡിയോൻ്റെ ലിങ്കിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതൊരു പഴയ വെർഷൻ ആയതുകൊണ്ട് നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ശേഷം പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ നേരത്തെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ മോഡൽ ഫയലിൻ്റെ 1-2 ഫയൽസ് നമ്മുടെ ഫോണിൽ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇനി നമ്മൾ ആപ്ലിക്കേഷൻ തുറക്കുകയാണെങ്കിൽ അതിനകത്ത് വാട്ടർമാർക്ക് ഉണ്ടാവുകയില്ല. വാട്ടർമാർക്ക് ഫ്രീ ആയിരിക്കും, ലേറ്റസ്റ്റ് വെർഷനുമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതിലോട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.